ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട കുട്ടിയെ കൊണ്ടുപോയ ആംബുലൻസിന്റെ ഡ്രൈവറുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു 11:05 ആ സമയത്താണ് ഞങ്ങൾക്ക് കോള് വരുന്നത്. ആ അപ്പൊ ഈ കോള് വരുന്ന സമയത്ത് ഓൾറെഡി ബ്ലോക്ക് ആണ്. ആ അപ്പൊ കോള് വന്ന് അമ്പായത്തോട് നിന്നാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് മാക്സിമം ബ്ലോക്കിൽ കൂടി എല്ലാം എങ്ങനെയൊക്കെ പോകാൻ പറ്റും അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ ഏകദേശം എന്താ പറയാ കണ്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോലീസുകാരടക്കം വണ്ടി സേതാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ബസ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നമുക്ക്. ആ അപ്പൊ ഇവര് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ആശാ വർക്കർ, പിന്നെ അതുപോലെ MLSPക്കാർ, അവര് സിസ്റ്റർമാരെല്ലാം അവിടെ ഉണ്ട്, ഈ ബോട്ടിലുണ്ട്. അവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ വണ്ടി എത്താത്തതെന്താ നോർമലായിട്ട് അങ്ങോട്ടൊരു 7 കിലോമീറ്ററേ ഉള്ളൂ. ഈ 7 കിലോമീറ്റർ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു ഈ 6 7 അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തും എങ്ങനെ പോയാലും. സങ്കടകരമായ വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കുട്ടി ചികിത്സ നൽകാൻ കഴിയാതെ മരിച്ചു. 3.5 വയസ്സുകാരന്, അതും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് കൊണ്ടാണ്, ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് പെട്ടതുകൊണ്ടാണ്. കണ്ണൂർ കൊട്ടിയൂരിലാണ് ഇത്തരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. അവിടുത്തെ ക്ഷേത്രോത്സവം ബന്ധപ്പെട്ടുകൂടി അവിടെ തിരക്കുണ്ട്. മാത്രമല്ല പാൽച്ചുരത്തിൻ്റെ റോഡിലെ തിരക്കും അവിടുത്തെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അപാകതകളുമൊക്കെ ഈ വിഷയത്തിൽ ചർച്ചയാവുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.